ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് എന്തായാലും നോക്കൂ. ഓ ഒരു പുക നിന്ന് തിരക്ക് ഒരുപാടുണ്ടല്ലോ. പറഞ്ഞല്ലേ ആൾ ഒരുപാടുണ്ടായിരിക്കുന്നു. ആരും കേട്ടില്ലല്ലോ. രജനീകാന്തിന്റെ പടമല്ലേ, അതുകൊണ്ടാ ഇത്രയും തിരക്ക്. അരവിന്ദ, നിന്റെ ആളെന്താ ഇവിടെ? നിനക്ക് എപ്പോ നോക്കിയാലും തമാശ. അവൾ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും സിനിമയ്ക്ക് വരില്ല. അപ്പൊ പിന്നെ ഇത് ആരാടാ? എന്താ ഇവിടെ? പരീക്ഷ എഴുതാൻ വന്നതാ. ആളെ കളിയൊക്കെ ചുമ്മാരിക്കണി. അല്ല, എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാ അങ്ങനെ വന്നതാ. ശരി, എത്ര ടിക്കറ്റ് വേണം? 5 വേണം. നിക്ക് നോക്കട്ടെ. താങ്ക്സ് ഏട്ടാ. ഇനി ഇതുങ്ങളുടെ ഒന്നും കൂടെ കൂടരുത്. എന്തിനാടി തട്ടിപ്പറിച്ചേ? എടി പടം തുടങ്ങാൻ പോന്നു, വാടി. പിന്നെ എന്താടാ ഇത്? വന്നു, ടിക്കറ്റ് മേടിച്ചു, അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ രമണ, നമ്മുടെ ബാസി ഉള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? പോയിട്ട് വാടാ ബാസി. എടാ, അവിടുത്തെ തള്ളു നീ കണ്ടില്ലേ? ഇത് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ എന്റെ ജീവൻ പോയി. വലിയ ഗുണ്ടയെ പോലെ നെഞ്ചും തള്ളി നടക്കുമല്ലോ. ഒരു ടിക്കറ്റ് വാങ്ങാൻ കഴിവില്ലേ? ആവശ്യം കാണാൻ വേണ്ടി മാത്രം ഈ ബാസിയെ പൊക്കി പറയും. ഒന്ന് നിക്കണ പിള്ളേരെ, എന്റെ അമ്മയ്ക്ക് സുഖം, എനിക്ക് പോയിട്ട് ധൃതിയുണ്ടെന്ന്. കേട്ടോ, ഒരു 5 ടിക്കറ്റ് പടം തുടങ്ങി. നമുക്ക് എഴുന്നിട്ട് പോവാടി. എനിക്ക് പേടിയാവും. വന്നില്ലേ, പടം ഒന്ന് കഴിയട്ടെടി. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട. അരവിന്ദൻ നന്നായിച്ചതാ. നിങ്ങൾ ഇത് വാങ്ങിച്ചില്ലേ അവൻ എന്നെ തല്ലിക്കൊല്ലും. വാങ്ങിച്ചോ എന്നാ മോളെ. ഇത് നോക്കളിയാ, ഒരുത്തന 5 പേരാ. അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലേ? അവൾക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം തോന്നുന്നു. വേണ്ട, ഞാൻ പറഞ്ഞു ഓടിവാടാ. പെമ്പിളരെ കളിയാക്കാൻ പറയടാ. വരും, അതിനെ തിയേറ്ററിൽ കണ്ടുപോലെ എന്നെ തന്നെ ഞാൻ നോക്കി നിൽക്കണോ? നിങ്ങൾ ഇവിടെ എന്നെ തുടരുന്നു. ആരോടാണ് നിനക്ക് കളി? ഒന്നുകളി ഞാൻ പറഞ്ഞേക്കാം. പിള്ളേരെ, എല്ലാവരും ഒന്ന് പോകാൻ നോക്ക്. ബാസി, നിന്നോട് കൂടെ പറഞ്ഞ പോകുന്നില്ലേ നീ? എഴുന്നള്ളിപ്പ് വന്നോണ്ടിരിക്കുക. അപ്പോഴാ അവന്റെ ആട്ടവും പാട്ടും. കുംഭമേളം വന്നോണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറി കൊടുക്കണം, എല്ലാവരും മാറി കൊടുക്കണം, വഴി മാറി കൊടുക്കണം. വന്നു കഴിഞ്ഞു. എല്ലാവരും അമ്പലം പ്രദർശനം ചെയ്ത് വരിക. കയറി വരിക. വരൂ. തുള്ളുന്നവരെ താഴെ വീഴാതെ കൂടെ ഉള്ളവരെ നോക്കിക്കോണം. കയറി പോട്ടെ. ചെല്ല്. ബാസി, നിന്നോടല്ല പറഞ്ഞ മാറി നിൽക്കാൻ. എടാ, നിന്നോടാണ് പറഞ്ഞേ. അവിടുന്ന് വഴിന്ന് മാറിക്കടാ. എടാ വിഗ്, ഇന്ന് രാത്രി ഉത്സവത്തിന് ആ മൊട്ടഗോപാലിനെ പൊക്കിക്കൊണ്ട് പോയി ഇടിച്ചു പരത്തി പഞ്ചറാക്കണം. പെണ്ണുങ്ങളെ പോലെ കുത്തി ഇടിക്കില്ല.
നിന്നോടാ ഞാൻ മിണ്ടാതിരിക്കാൻ പറയുന്നത്. പിന്നെ അവള് പറയുന്നത് മുഴുവൻ കേട്ടോണ്ട് ഞാൻ എന്താ വായി പൊത്തിരിക്കണം? ഇപ്പൊ എനിക്ക് വീട്ടിൽ പോലും വരില്ലാത്ത അവസ്ഥയായി, അറിയാമോ? വിശേഷം ജയിപ്പിച്ചല്ലേ? ആ ഇത്തിരി മാറുന്നേ, അവിടെ മാറാ. വരണം സോമ. നമസ്കാരം. സുഖം തന്നെയല്ലേ? നന്നായിരിക്കുന്നു. എനിക്ക് പദവി കിട്ടിയാല് വിഷമമൊന്നുമില്ലല്ലോ. എന്താ നേതാവ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ പദവിക്ക് തന്നെ നിങ്ങളൊരു അലങ്കാരമാ. നേതാവ് ഉള്ളിടത്തോളം കാലം ആ പദവിക്ക് വേണ്ടി ആരും മത്സരിക്കുകയില്ല. കേട്ടോടോ, സോമൻ പറഞ്ഞു കേട്ടാ. സോമൻ അസൂയൊക്കെയാണെന്ന്. അവനൊരു വിഷമമില്ല. അവൻ അല്പം മുൻകോപുണ്ടെന്നേ ഉള്ളൂ. മാത്രമല്ല ആത്മാർത്ഥമുള്ളവനാ. എന്നോട് ഇത്ര വിശ്വാസം ഉണ്ടല്ലോ നേതാവേ, എനിക്കത് മാത്രം മതി. കണ്ടോമാര് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. എടാ ആ പൊന്നാടി നിന്നേ. എന്നാ ഞാൻ വരട്ടെ നേതാവേ. ആയിക്കോട്ടെ. ഇവിടെ തന്നെ ഉണ്ടെന്നറിയോ? അതേ രമണ, വീട്ടിൽ പോലും പോകാതെ 2 ദിവസമായിട്ട് ഇവിടെ തന്നെയാ. അതിന് മാത്രം എന്താ ഉണ്ടായേ? അറിയില്ലല്ലോ. നമസ്കാരമുണ്ട്. എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നേ? നാണക്കേട് തോന്നുക. എന്തൊരു ജീവിതമാടാ. ജീവിക്കണോടത്തോളം കാലം അന്തസ്സായിട്ട് ജീവിക്കണോടാ. ഇത്രയും കാലം ആഡംബരത്തോടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഗതികെട്ട് പോയാൽ തലാത്തി നടക്കാൻ പറ്റൂടാ. എന്തു പറ്റിയേട്ടാ? നിങ്ങളോട് പറയാൻ എന്തിനാ മടിക്കണേ? നമ്മൾ അത്രമാത്രം അടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ മടിക്കണേ? വീട്ടിലെ പെണ്ണുങ്ങൾ പോലും മര്യാദ തരണില്ലടാ. അത് ശരിയല്ലേ? എങ്ങനെ മര്യാദ തരും? ഒരു സ്ഥാനത്ത് തുടർന്നിട്ട് കസേര പോയാൽ പിന്നെ എന്ത് മര്യാദയാടാ? ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താ പറ്റിയേ? അറിയില്ലേ? നിനക്കറിയില്ലടാ. പരമേശ്വരൻ അവൻ ഒറ്റൊരുത്തിന് ഈ സ്ഥാനം മുഴുവൻ പിടിച്ചെടുത്തിട്ട് നാട് വളച്ചു കെട്ടാൻ നോക്കുക. ഞാനും വിചാരിച്ചടാ സ്ഥാനക്കയറ്റം കിട്ടും, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നന്നായിട്ടിരിക്കുന്നതൊക്കെ. നിങ്ങൾക്കൊക്കെ ഒരു വഴി കാണിച്ചിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങളെപ്പറ്റി എത്ര പ്രാവശ്യം എൻ്റെ ചേട്ടൻ പറയായിരുന്നെന്നറിയോ? പാവം നമ്മളെ ആശ്രയിച്ച് അവർ കഴിയണം. നമുക്ക് എന്തെങ്കിലും പറ്റി അവർ ഓടി വരെ അവർക്ക് എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കണമെന്ന്. ഇപ്പം കണ്ടില്ലടാ, അതിനും അവൻ വഴിയില്ലാണ്ടാക്കി. നമുക്കൊരു പ്രയോജനമില്ലാണ്ടായി. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്കൊരു ഗതിയില്ലാണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാടാ? ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? എന്തെങ്കിലും ചെയ്യേ. അവനുള്ള കാലത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ കൊന്നുകളഞ്ഞേക്കാം. നീ എന്താടാ നഖം വെട്ടണ പോലെ കൊല ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണേ? എന്റെ ദേഷ്യത്തിന് നിങ്ങളെ ബലിയാടാക്കണോ? എന്തിനാ ഞങ്ങളെ വേറെ കാണുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് നമ്മൾ തമ്മിൽ അടുപ്പുണ്ടെന്ന്? അന്ന് പോലീസ് പിടിച്ചപ്പോൾ ചേട്ടന്റെ സഹായം കൊണ്ടല്ലേ ഞങ്ങൾ പുറത്തിറങ്ങിയത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കോടതിയും വക്കീലിനെയും കുറിച്ചൊക്കെ അവർക്ക് അറിയോ? ദേ രമണന് സ്വന്തം ചേട്ടൻ പോലും തൊലഞ്ഞു പോട്ടെന്നാ പറഞ്ഞത്. ചേട്ടൻ ഞങ്ങളെ അങ്ങനെ കരുതിയോ? ഇപ്പൊ ചേട്ടനൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ രമണ? ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. അവൻ തീർന്നാൽ എനിക്ക് സമാധാനമുള്ളൂ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണേ. ചേട്ടാ, ചേട്ടൻ ആദ്യം വീട്ടിലേക്ക് ചെല്ല്, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ചേട്ടാ. ചേട്ടാ, എവിടെയെങ്കിലും കുടുങ്ങിയ കൈവിട്ടേക്കല്ലേ? ഡാ എന്താടാ പറയണേ? എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ എൻ്റെ സ്വത്ത് മുതലൊക്കെ വിറ്റ് ഞാൻ നിങ്ങളെ രക്ഷിക്കില്ലടാ.